ഹലോ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടുത്തെ അമ്പലത്തിൽ വേങ്ങനാട്ട് അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും അമ്മയും ഏട്ടനും കുട്ടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടി വൈകുന്നേരം നീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുന്നത്. അമ്മ അതിൻ്റെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. വേങ്ങനാട്ട് അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്ക്, അതായത് മനക്കൽ അമ്പലത്തിലേക്ക് വരും പാലക്കൊമ്പെടുക്കാൻ. എന്നിട്ട് ഇവിടുന്ന് കറവച്ചിക്കാവ് പറഞ്ഞ വേറൊരു കാവുണ്ട്, ആ കാവിലേക്ക് പോയി പിന്നെ അവിടുന്ന് നേരെ പാലക്കൊമ്പുകൊണ്ട് വേങ്ങനാട്ട് അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോഴേക്കും മനക്കൽ അമ്പലത്തിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വേങ്ങനാട്ട് അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി, അമ്പലത്തിലെത്തി അവിടെ ഉള്ളിലൊക്കെ ഒന്ന് തൊഴുതിറങ്ങി അതിനൊക്കെ കുറേ നേരമൊക്കെ നടന്നു കേട്ടോ. പാടത്തിൻ്റെ വക്കത്താണ് അമ്പലം. നല്ല തണുപ്പുണ്ടായിരുന്നു. വൈകുന്നേരം അല്ലേ, ഈയിടെയായിട്ട് ഈ ഭാഗമൊക്കെ എല്ലായിടത്തും തണുപ്പുണ്ടാവും. ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയ കൊണ്ട് തണുപ്പ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ പാടമക്കം അല്ലേ, അമ്പാടിയാണെങ്കിൽ അതിനെ ഓടിക്കളിക്കും. അവനാണെങ്കിൽ പിടിച്ചിട്ട് കിട്ടണില്ല. പിന്നെ കുറേ നേരം അവൻ്റെ പിന്നെ എല്ലാം അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെണ്ടകൊട്ടും വെളിച്ചപ്പാടും പാലക്കൊമ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവരവിടെ ഫ്രണ്ടിൽ നിന്ന് കൊട്ടിട്ടോ. പിന്നെ അവർ വരവേൽക്കുന്ന മറ്റേ പുതിരില്ലേ, ആ സംഭവങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവരവിടെ നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ചെണ്ട കൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെണ്ട കൊട്ടുന്നതിനനുസരിച്ചിട്ട് അമ്പാടി ഇവിടെ ഇങ്ങനെ താളം പിടിക്കണു, അമ്പാടി കൊട്ടണൊക്കെ ഉണ്ട് കേട്ടോ. കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഓൻ്റേതായ ഭാഷയിൽ ഇങ്ങനെ കുറേ നേരം. പിന്നെ കുറേ നേരം അവിടെ നിന്ന് കൊട്ടിയിട്ടാണ് കേട്ടോ അവർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കൊട്ടേരി അതിൻ്റെ ബാക്കിൽ താലം പിടിച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് കുറേ ചേച്ചിമാർ, വെളിച്ചപ്പാട്, പിന്നെ ലാസ്റ്റ് പാലക്കൊമ്പ് കൊണ്ട് സ്വാമിമാരും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ വരുന്നത് കാണാൻ തന്നെ. പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ നിന്ന് അത് വരുന്നത് നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ നേരെ നോക്കിയേക്കാണ് അമ്മ അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പകുതി എത്തിയപ്പോൾ അവരെ കണ്ടപ്പോൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടിയതാണ്. അപ്പം അമ്മ ചെരുപ്പ് എവിടെ വെക്കുക വെച്ചിട്ട് അതാണ് ഈ തിരഞ്ഞ് നടക്കുന്നത്. അമ്മ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് കണ്ടോ ഫ്രണ്ടിൽ നിൽക്കണുണ്ടോ, അതാണ് അമ്മ. അപ്പോൾ അമ്മ ചെരുപ്പ് എവിടെ വെക്കുക എന്നിങ്ങനെ തിരഞ്ഞിങ്ങനെ നടക്കുകയാണ് സംഭവം. അപ്പോൾ അതാ പാലക്കൊമ്പ് കൊണ്ട് അവരിങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ടാണ് ഇങ്ങനെ പീഠത്തിലേക്ക് വരിക. അങ്ങനെ എന്തൊക്കെയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഏട്ടനും കുട്ടിയും കൂടി വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അമ്പാടിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ടും കാണുന്നതായിരിക്കും. ബൈ.